കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കനത്ത മഴയെ തുടർന്ന് പ്രശസ്തമായ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലുണ്ടായ വെള്ളക്കെട്ടിന് ഉടനടി പരിഹാരമായി. റെയിൽവേ നിർമ്മാണ കരാറുകാരന്റെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് മൺതിട്ടകളും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയ സാമഗ്രികളും പൊളിച്ചുമാറ്റിയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. മഴക്കാലത്തോട് അനുബന്ധിച്ച് 42 ഡിവിഷനുകളിലും മഴക്കെടുതി അതിരൂക്ഷമായിട്ട് നിലനിൽക്കുക തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഉത്രാളിക്കാവ് അമ്പലത്തിനോട് അടുത്ത് തന്നെ ഉത്രാളിക്കാവ് അമ്പലത്തിലേക്കും വെള്ളം കയറുന്ന ഒരു കഴിഞ്ഞ രാത്രിയിലെ ഒരു മഴയും ഈ രാവിലത്തെ ഒരു മഴയും കാരണം ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് ഇവിടെ റെയിൽവേയുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കൂടി സംസാരിച്ച് ഈ ഉത്രാളിക്കാവ് പൂരം ക്ഷേത്ര സമിതി അംഗങ്ങളുമായി സംസാരിച്ച് ഇവിടെ അതിനുള്ളൊരു പരിഹാരം കാണാനായിട്ട് JCB ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്ത് അവിടെ ഒരു ചാലാക്കിയിട്ട് ആ വെള്ളം അമ്പലത്തിലേക്ക് വരാത്ത സ്ഥിതിയിലാക്കിയിട്ടുണ്ട്. അത് ശാശ്വതമല്ല എങ്കിലും താൽക്കാലികമായിട്ട് അതിനെ പൂർണ്ണമായി വെള്ളം അവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മഴ കനത്തതോടെ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്തും നടപ്പുരയിലും വെള്ളം കയറുകയും ചൊവ്വാഴ്ച നടത്താനിരുന്ന പ്രസിദ്ധമായ ഗുരുതി പൂജ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. റെയിൽവേയുടെ നിർമ്മാണ സാമഗ്രികൾ അലക്ഷ്യമായി ഇട്ടതുകൊണ്ട് സ്വാഭാവിക ജലനിർഗമന മാർഗങ്ങൾ അടഞ്ഞതാണ് പ്രശ്നത്തിന് കാരണമായത്. ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ആശങ്ക തിരിച്ചറിഞ്ഞ് നഗരസഭയും ക്ഷേത്ര ഭാരവാഹികളും ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതായത് ഇവിടെ ഒരു അഞ്ചിഞ്ചാലാണ് ഇതിൻ്റെ ഈ റെയിൽവേയോട് ചേർന്നിട്ട് അഞ്ചിഞ്ചാലാണ് പോകുന്നത്. വെള്ളം ശരിക്കും പോകേണ്ടത് ഈ ചാലുകൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ കാരണം ഒരുപാട് മണ്ണ് കൊണ്ടിട്ട് ഇപ്പോൾ ഡൈവേഴ്സായിട്ടാണ് ഈ വെള്ളം പോകുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള പാടത്തേക്ക് വെള്ളം കയറിയിട്ട് ഉത്രാളിക്കാവിൻ്റെ സൈഡ് കൂടിയാണ് വെള്ളം ഒഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഒരു ചെറിയൊരു ചാല് റെഡിയാക്കിയിട്ടുണ്ട്. അത് ശാശ്വത പരിഹാരമല്ല. ഇനിയൊന്ന് വലിയൊരു മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നഗരസഭയും മറ്റുള്ള ആളുകളൊക്കെ ഇതിൽ ബന്ധപ്പെട്ട് ഇതിനു വേണ്ട നടപടി സ്വീകരിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. വീണ്ടും അവരുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PG സനീഷ്, മുൻ കൗൺസിലർ KU പ്രദീപ്, ഉത്രാളിക്കാവ് ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ PR സുരേഷ് കുമാർ, കൃഷ്ണകുമാർ കണ്ടേരി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിർമ്മാണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ഭീഷണിയായിട്ടുള്ള വെള്ളപ്പൊക്കം എന്നിവ നടക്കുകയാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് വെള്ളക്കെട്ട് മാറാത്തൊരവസ്ഥ, ഭയങ്കര ഭീകര അന്തരീക്ഷമാണ് ഇവിടെ നടക്കുന്നത്. ഈ റെയിൽവേയുടെ അനിയന്ത്രിതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നമ്മളുമായി സംസാരിച്ചപ്പോൾ 3 മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വർക്കുമായിരുന്നു. അത് ഏകദേശം 2 വർഷക്കാലമായി ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. റെയിൽവേയുടെ ഒരു അനാസ്ഥ, ഉത്രാളിക്കാവ് അമ്പലത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനം വളരെ വേഗത്തിലാക്കണമെന്ന് നമ്മൾ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി യാതൊരു നടപടിയുമായി ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ ഉത്രാളിക്കാവിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലും ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേ അധികാരികൾ എത്ര പെട്ടെന്ന് തന്നെ ഈ വർക്ക് അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ള കാര്യം. തുടർന്ന് നടത്തിയ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ക്ഷേത്രമുറ്റത്തെ വെള്ളക്കെട്ട് ഒഴിഞ്ഞുപോയത്. You are watching VCV News.